ഹലോ. ഇന്ന് രാവിലെ ഉണ്ടല്ലോ, ഇവിടെ ഭയങ്കര മഞ്ഞായിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത വിധത്തില്. അപ്പോൾ ഇന്ന് കുർബാനയ്ക്ക് പോയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാ ഓരോ സ്ഥലത്ത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകൾ. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈശോയോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരം ഇതാ. ഇന്നത്തെ സുവിശേഷ വായന എന്തായിരുന്നു അറിയോ? 3 ആളുകളെ പറ്റിയുള്ളതാ. അതായത് സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന 3 ആളുകൾ, അതായത് സ്നാപക യോഹന്നാൻ, സക്കറിയ, പിന്നെ എലിസബത്ത്. ഇവരുടെ 3 പേരുടെയും പേരിന്റെ അർത്ഥങ്ങൾ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഹീബ്രു പദത്തിൽ നിന്നും അതുപോലെ ഗ്രീക്ക് പദത്തിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന വാക്കുകളാണ് ഈ 3 പേരുകൾ. അപ്പൊ ഇത് കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവം കാരുണ്യവാനാണ്, അവൻ തന്റെ ശബ്ദം ഓർമ്മിക്കുന്നു എന്ന്. ദൈവത്തിന്റെ ശബ്ദമാണ് യോഹന്നാൻ എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ അച്ഛനിങ്ങനെ സുവിശേഷത്തിന്റെ ആ ഒരു വ്യാഖ്യാനമായിട്ട് അതിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതാ, ദൈവം കാരുണ്യവാനാ. ഇപ്പൊ ഇവിടെ ഈ ഒരു കാലാവസ്ഥയാണെങ്കിൽ ദൈവത്തിനറിയാം, ദൈവം ഓർമ്മിക്കുന്നുണ്ട് ഇവിടെയുള്ള മനുഷ്യര് എങ്ങനെ ജീവിക്കണം, എന്തൊക്കെയാണ് അവർക്ക് അതിനുള്ള ജീവിത സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കുന്നു. അതുപോലെ കേരളത്തിലാവുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലാവുമ്പോൾ അവിടെയൊക്കെ ജീവിക്കാനുള്ളൊരു അവസരം, സാഹചര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ദൈവം ഒരുക്കി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനും നേരിടാനും ഒന്നും പറ്റാതെ നമ്മൾ തകർന്നു പോകുന്നത്. പക്ഷെ ദൈവം കാരുണ്യവാനാണ്, അവൻ അവന്റെ ശബ്ദം നിറവേറ്റുന്നു. വചനം ഇങ്ങനെയല്ലേ പറയുന്നത്, നിന്നോട് ചെയ്ത കാര്യങ്ങൾ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല.